Hello all, I'm Ramsina Aziz, Assistant Professor, PG Department of Commerce, Sir Syed College, Talparamba. Today I'm discussing the topic Objectives of Financial Accounting, Advantages and Limitations. Let's discuss the objectives of accounting. The main objectives of accounting are to maintain systematic and proper records of business. Then, to ascertain the opening result of a business during a given period of time. Next, to ascertain the financial position of business on a particular date. Then, give business information to various categories of persons such as owners, creditors, employees, government, etc. അതായത് അക്കൗണ്ടിങ്ങിൻ്റെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ടു മെയിൻറ്റെയിൻ സിസ്റ്റമാറ്റിക് ആൻഡ് പ്രോപ്പർ റെക്കോർഡ്സ് ഓഫ് ബിസിനസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ട്രാൻസാക്ഷൻസ് ഡെയിലി ഇൻകർ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ക്രോണോളജിക്കൽ ഓർഡറിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് പ്രോപ്പർ റെക്കോർഡ്സ് ബിസിനസ്സിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് അസർട്ടൈൻ ദ ഓപ്പറേറ്റിംഗ് റിസൾട്ട് ഓഫ് ബിസിനസ് ഡ്യൂറിങ് എ given period of time. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൂടെ നമുക്ക് ബിസിനസ് ഫേംസിന്റെ ഓപ്പറേറ്റിംഗ് റിസൾട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. വെദർ ദേ ഹാവ് പ്രോഫിറ്റ് ഓർ ഇൻകർ എനി ലോസ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് സഹായിക്കുന്നുണ്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. പിന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക വഴി ഫിനാൻഷ്യൽ പൊസിഷൻ, ഫേവറബിൾ ഫിനാൻഷ്യൽ പൊസിഷൻ ആണോ അല്ലയോ എന്നുള്ള കാര്യം ബാലൻസ് ഷീറ്റ് വഴി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കാൻ എന്താ പറയുക, ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യുക എന്നുള്ളതാണ് തേർഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഫങ്ഷൻസിൽ പറഞ്ഞതാണ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട്സ് ടു ദ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് ദ ബിസിനസ്. ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റഡ് യൂസേഴ്സിന് ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിന്, ബിസിനസ് പേഴ്സൺസിന്, അല്ലെ എക്സാമ്പിൾ ഓണേഴ്സ്, ക്രെഡിറ്റേഴ്സ്, എംപ്ലോയീസ്, ഗവൺമെൻറ് അങ്ങനെയുള്ള പാർട്ടീസിനൊക്കെ തന്നെയും എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പം അത്തരത്തിൽ ബിസിനസ്സിൻ്റെ പൊസിഷൻ എന്താണ്, ഇപ്പോൾ ബാങ്ക്സിന് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മളെ കമ്പനിക്ക് ക്രെഡിറ്റേഴ്സിന് ഈ ഇൻഫർമേഷൻ കൊണ്ടുള്ള ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they want to know the financial position of the concern before granting credit or giving loans. അപ്പോൾ നമുക്ക് പേ ഓഫ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, നമ്മൾ അവർ നമ്മുടെ ബിസിനസ്സിന് കടമായിട്ട് എമൗണ്ട് തന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഇൻട്രസ്റ്റോട് കൂടി തന്നെ റെഗുലർ ആയിട്ട് എമൗണ്ട് പേ ബാക്ക് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അവർക്ക് ആ എമൗണ്ട് തിരിച്ചു കിട്ടുമോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബിസിനസ് ഫേംസിൻ്റെ പൊസിഷൻ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം അക്കൗണ്ട്സ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഇൻട്രസ്റ്റഡ് യൂസേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്. Now let us examine the advantages of accounting. The important advantages of accounting are, as human memory is short, accounting helps business people in converting financial transaction as a ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്. അതായത് നമുക്കറിയാം ഹ്യൂമൻ ബീങ്സിന്റെ മെമ്മറി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഒരു ബിസിനസ്സിൽ ഒരു ദിവസം തന്നെ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻകർ ചെയ്തെന്ന് വരാം. അപ്പോൾ അത്തരത്തിലാവുമ്പോൾ എല്ലാം കൃത്യമായിട്ടുള്ള മൈൻഡിൽ സൂക്ഷിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് ഹ്യൂമൻ ബീങ്സിന് അല്ലെങ്കിൽ ബിസിനസ് മാനിന് അല്ലെങ്കിൽ ബിസിനസ് പേഴ്സൺസിനെ സഹായിക്കുന്നുണ്ട്. അവർക്ക് ഇൻകർ ചെയ്തിരിക്കുന്ന ട്രാൻസാക്ഷൻസിൻ്റെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒരു ഹിസ്റ്റോറിക്കൽ റെക്കോർഡായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന, അതിന് നമ്മളെ അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സസ് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഡെയിലി ഇൻകർ ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷൻസിൻ്റെയും കൃത്യമായി, അതായത് മോണിറ്ററി ട്രാൻസാക്ഷൻസിൻ്റെ കൃത്യമായിട്ടുള്ള വിവരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് നമ്മളെ സഹായിക്കുന്നുണ്ട്. The next is it helps to maintain information regarding the assets owned by the business. നമ്മൾ ബാലൻസ് ഷീറ്റിലൊക്കെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിൽ അസറ്റ്സ് അക്കൗണ്ട് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള ബാലൻസസ് എത്രയാണ്, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ അസറ്റ്, ബിസിനസ് ഓൺ ചെയ്യുന്ന അസറ്റ്സ് ഏതൊക്കെയാണ്, അതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് തരാൻ വേണ്ടിയിട്ട് ഇത്തരം അക്കൗണ്ടിങ് കൊണ്ട് സഹായകമാകുന്നുണ്ട്. Then it helps to understand whether the business
has made a profit or suffering a loss. ഞാൻ പറഞ്ഞു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൂടെ ബിസിനസിന്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ലോസ് ആണോ ഇൻകർ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അക്കൗണ്ടിങ്ങിലൂടെ ബിസിനസിന്റെ പ്രോഫിറ്റ് ഓർ ലോസ് എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്നു. Then in order to ascertain the financial condition, accounting is highly helpful. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഫേവറബിൾ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then it provides information to those who are interested in the business, that is owners, creditors, government, employees, management, etc. അതായത് ബിസിനസിന്റെ ഇൻഫർമേഷൻ, വൺ ഓഫ് ദ ഫംഗ്ഷൻ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് തന്നെ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പാർട്ടീസിന് ബിസിനസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലഭിക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് നമ്മളെ സഹായിക്കുന്നുണ്ട്. Then it enables a business to compare results of one period with another period. നമ്മൾ ഓരോ ഇയറിലേക്കുമാണ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതും ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതും അതിൽ നിന്ന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് മനസ്സിലാക്കുന്നതും ഫിനാൻഷ്യൽ കണ്ടീഷൻ മനസ്സിലാക്കുന്നതും. അപ്പോൾ അത്തരത്തിൽ തന്നെ കമ്പനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ബിസിനസ് ഫേംസിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവരുടെ പ്രീവിയസ് ഇയറിലുള്ള ഒരു പെർഫോമൻസ് വെച്ചിട്ട് ഒരു കമ്പയർ ചെയ്തിട്ടുള്ള ഒരു റിസൾട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് കഴിഞ്ഞ വർഷം എത്ര പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, ഈ വർഷം അത് എത്രയാണ് ഉള്ളത്, ഇംപ്രൂവ്മെന്റ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ്സിന് തന്നെ സാധിക്കുന്നു ഇത്തരം അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ. Then for future estimation and planning, accounting data are highly useful. ഇത്തരം കമ്പാരിസണിലൂടെ ഭാവിയിലേക്കുള്ള പ്ലാനിങ് നടത്താൻ വേണ്ടിയിട്ടും ഫ്യൂച്ചർ എസ്റ്റിമേഷൻസ് നടത്താൻ വേണ്ടിയിട്ടും നമ്മളെ അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. Then accounting records act as an evidence in the court of law. അതായത് കോർട്ടിന് മുന്നിൽ നമുക്ക് ഈ ഇടപാടുകളിൽ ഉണ്ടാവുന്ന കേസുകളുമായൊക്കെ ബന്ധപ്പെട്ടിട്ട് എവിഡൻസ് ആയിട്ട് ഇത്തരം അക്കൗണ്ട്സ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ ഒരു പെർട്ടിക്കുലർ ഇയറിലേക്കുള്ള ഇൻകർ ചെയ്തിരിക്കുന്ന ട്രാൻസാക്ഷൻസ് ആണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. അവൈലബിൾ എവിഡൻസസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അക്കൗണ്ടിങ് നമുക്ക് എന്താണ് എവിഡൻസസ് ആയിട്ട് കോർട്ട് ഓഫ് ലോയുടെ മുന്നിൽ കാണിക്കാൻ പറ്റും. Then for making critical decisions, accounting records are സപ്പോർട്ടീവ് ഡോക്യുമെന്റ്സ്. അതായത് അത്യാവശ്യമായിട്ട് എടുക്കേണ്ട ഡിസിഷൻസിന് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ട് ഈ അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പിന്നെ അക്കൗണ്ടിങ് എൻഷുവേഴ്സ് കൺട്രോൾ, ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്, ഇതൊക്കെ അക്കൗണ്ട്സിന്റെ ഡാറ്റാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ കൃത്യമായിട്ട് ക്രോണോളജിക്കൽ ഓർഡറിൽ ഡെയിലി ഇൻകർ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക വഴി വി ക്യാൻ പ്രിവെന്റ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഫ്രോഡ് ഓർ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട്. Then fulfill the legal requirements. നേരത്തെ പറഞ്ഞതുപോലെ കോർട്ട് ഓഫ് ലോയുടെ മുന്നിലും അല്ലെങ്കിൽ ടാക്സ് പേർപ്പസിനൊക്കെ വേണ്ടിയിട്ട് എത്രയാണ് വരുമാനം എന്നൊക്കെ മനസ്സിലാക്കാൻ, എത്ര പ്രോഫിറ്റ് ഇൻകർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ അക്കൗണ്ടിങ് ആണ് ഹെൽപ്ഫുൾ ആവുന്നത്. പിന്നെ ഒരു കമ്പനിയുടെ കേസിലൊക്കെ ആണെങ്കിൽ ഓഡിറ്റ് എന്ന് പറയുന്നത് കമ്പൽസറി ആണ്. അതായത് വെരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ഡോക്യുമെന്ററി എവിഡൻസസ് ആണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഓഡിറ്റ് ചെയ്യണമെങ്കിൽ അക്കൗണ്ട്സ് വേണമല്ലോ. അപ്പോൾ കമ്പനിയുടെ കേസിലൊക്കെ കമ്പൽസറി ആണ് ഓഡിറ്റ് ചെയ്യാന്നുള്ളത്. അതിന് കൃത്യമായിട്ട് അവിടെ ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ടായിരിക്കണം. ട്രാൻസാക്ഷൻസ് ഒക്കെ കൃത്യമായി ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം വിത്ത് സപ്പോർട്ട് ഓഫ് ഡോക്യുമെന്ററി എവിഡൻസസ്. അപ്പോൾ അത്തരത്തിലുള്ള ഓഡിറ്റ് റിക്വയർമെന്റ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം അക്കൗണ്ട്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. Now let's move on to the limitations of accounting. Accounting suffers from some limitations there, but is historical in nature. It does not show the current financial position or worth of a business. അതായത് പ്രീവിയസ്ലി റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ട്രാൻസാക്ഷൻസ് വെച്ചുകൊണ്ട് അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ എന്താ പറയാ റിസൾട്ട് ആണ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിലൂടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ ആണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. Then transactions of non-monetary nature will not be recorded in accounting. അതായത് accounting records, financial accounting records only monetary transactions. Monetary termsലുള്ള transactions ആണ് ഇതിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നോൺ മോണിറ്ററി ഐറ്റംസ് റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല. Then next, information recorded in accounts is influenced by the personal judgment of the accountant or management. അതായത് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് അക്കൗണ്ടന്റ് ആണ്. സോ പേഴ്സണൽ ബയാസ് ഓഫ് അക്കൗണ്ടന്റ് അഫക്ട്
അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റ്സ്. അത്തരത്തിലുള്ള ബയാസ് അക്കൗണ്ടന്റിന് ഉണ്ടാകുന്ന സമയത്ത് അത് നമ്മുടെ അക്കൗണ്ടിങ്ങിനെ ബാധിക്കും. പേഴ്സണൽ ബയാസിൽ പെടാൻ സാധ്യതയുണ്ട് എന്നർത്ഥം. Then in accounting valueless assets also are shown. അതായത് വാല്യൂ കൃത്യമായിട്ട് ഇല്ലാത്ത തരത്തിലുള്ള അസറ്റ്സ് പോലും നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതും അക്കൗണ്ടിങ്ങിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. Then in accounting price changes are not considered. പ്രൈസ് ലെവൽ ചേഞ്ചസിന്റെ അല്ലെങ്കിൽ എഫക്ട് ഓഫ് പ്രൈസ് ലെവൽ അവിടെ കൺസിഡർ ചെയ്യപ്പെടുന്നില്ല, അക്കൗണ്ടിങ്ങിൽ കൺസിഡർ ചെയ്യപ്പെടുന്നില്ല. Then that is not an exact science. It sometimes depends on estimates. അതായത് അക്കൗണ്ടിങ് എക്സാക്ട് സയൻസ് അല്ല, കാരണം ഇതിൽ എസ്റ്റിമേറ്റ്സ് കൂടി കൺസിഡർ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ എസ്റ്റിമേറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് accounting. Thank you.